ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. എല്ലാവർക്കും അറിയാം മറൈൻ ഡ്രൈവ്. നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്നതിന് ഇവിടേക്ക് പോകാനാണ്, ഷിപ്പെല്ലാം ബോട്ടിൽ പോകാനാണ്. അതാണ് നമ്മുടെ ബോട്ട് ഗൈസ്. ബോട്ടിലെ വിശേഷങ്ങളായിട്ട് ഇതാ ഞങ്ങൾ വരുന്നത്. ഇവിടെ ത്രൂഔട്ട് ഇന്ത്യയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതുപോലെ നേരെ കാണുന്ന ലൊക്കേഷനുണ്ട്. അതിലുള്ള കുറച്ച് ദിവസമായിട്ട് വലിയ കെട്ടിടങ്ങളാണ് മോൾഗാട്ടിന്റെ സമീപമായിട്ട് പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഹയാത്ത് എന്നൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അതേപോലെ അവിടെ ഒരു പാലം കാണാം. അവിടെ ചെയ്തിരിക്കുന്നത് വല്ലാർകോട്ടത്തെയും അതേപോലെ കാണുന്ന ബോൾഗട്ടിയും. അത് ഗോശ്രീ പാലങ്ങൾ എന്ന പേരിൽ കാണുന്ന വലിയ കെട്ടിടം. ഇത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ്. പിജിൻ പോർട്ട് ട്രസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. അതുപോലെ ഇതിന് മുകളിലായിട്ട് കാണുന്ന ഒരു ചില്ലിട്ട കൂടാരം ഇത് പോർട്ട് കൺട്രോൾ ആണ്. പോർട്ട് കൺട്രോൾ മുകളിലായിട്ട് കാണുന്നത്. ഇതിന് സൈഡിലായിട്ട് മറ്റൊരു ബിൽഡിംഗ് കാണാം. ഇത് കേരളത്തിലെ ആദ്യത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഇത് ഫസ്റ്റ് 5 സ്റ്റാർ ഹോട്ടൽ ഇൻ കേരള. താജ് മലബാർ കൺട്രോൾ ചെയ്യുന്നു. കഴിഞ്ഞ ട്രിപ്പിലൊക്കെ ഈ സ്ഥലത്തൊക്കെയാണ് ഡോൾഫിൻസുകളൊക്കെ കണ്ടുവന്നത്. നമ്മള് ഇരുവശങ്ങളിലായിട്ട് ഡോൾഫിൻസുകളെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് എല്ലാവരും കൂടി ഓടി പോകണമെന്നില്ല, ഇരുവശങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ലൈഫ് ജാക്കറ്റുകൾ പ്രസന്റ് ആണ്. ഏതെങ്കിലും രീതിയിൽ മെസ്സേജുകൾ തരുന്ന സമയത്ത് മാത്രം ഞങ്ങൾ രക്ഷിക്കുന്നു. സമയത്ത് ഈ ഏരിയ ആക്ച്വലി ഒരു സമയത്ത് വിമലവനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ലൊക്കേഷനാണ്. വിമലവനം 300 ഏക്കറിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മളിവിടെ ക്രെയിനുകളൊക്കെ ധാരാളം കാണാം. ഫ്രണ്ട് ദിവസമായിട്ട് ആദ്യം കാണുന്ന ക്രെയിനുകളെല്ലാം ഇത് സൂപ്പർ പോസ്റ്റ് മാക്സ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. 3-ന് വാസ്കോ ഡി ഗാമ 2ാമതും അന്ന് 3ാമതൊക്കെ എത്തിപ്പെട്ട ഏരിയയാണിത്. ഇതൊരു പൈതൃക മേഖലയാണ്. മീൻസ് 100-ൽ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളൊന്നും തന്നെ പൊടിച്ചു മാറ്റാൻ പാടില്ല ഈ ലൊക്കേഷനിലായിട്ട്. ഓടുഭാഗത്തിരിക്കുന്ന കെട്ടിടങ്ങൾ എല്ലാം തന്നെ 300-400 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ. ഇവിടെ ഡച്ച് പാലസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഡച്ച് പാലസ് നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ അത് മ്യൂസിയമാണത്. ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ്. അവരുടെ സ്റ്റേഷൻസ് ആയിട്ടാണ്. അതുപോലെ ഇതിന് എൻഡിലായിട്ടുള്ള സ്ഥലമാണ് ഈ മുനമ്പം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നൊരു 24 കിലോമീറ്റർ ദൂരത്തായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ ചെറായി ബീച്ച്, ഫാൽക്കൺ ബീച്ച്, അതുപോലെ പുതുവൈപ്പ് ബീച്ച്, എടവനക്കാട്, ധാരാളം ബീച്ചുകൾ ഉള്ള ഒരു ഏരിയയാണ്. LNG ആണിത്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. പ്രകൃതിവാതകം നിറച്ചിട്ടുള്ള 2 വലിയ ടാങ്കുകൾ. ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് 1,55,000 കിലോ ലിറ്ററാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ജന്മനാടൊക്കെ ഇവിടെയായിട്ടുണ്ട്. അതുപോലെ വാസ്കോ ഡി ഗാമയെ അടക്കം ചെയ്ത ഇതിലായിട്ട് യൂറോപ്യൻ ചർച്ചായ സെന്റ് ഫ്രാൻസിസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെയായിട്ട്. ഇത് ചീനവലയാണിത്. എന്റെ മത്സ്യബന്ധന രീതി കാണാൻ സാധിക്കും. ആരും എണീറ്റ് പോകരുത്, ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് കാണുക.
പ്രസ്താവിച്ചതാണ്. ഗൈസ്, നമ്മുടെ ബോട്ടിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ഔട്ട്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക ഗൈസ്.